നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അല്ലടോ, എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? എന്തൊരു കളിയാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രൂണോ ഫെർണാണ്ടസിനൊപ്പം കളിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിക്കാൻ അവസരം കൊടുക്കാതിരുന്ന ആ പയ്യൻ കോബി മായിനോവും എന്തൊരു കളിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. യുണൈറ്റഡിൻ്റെ മധ്യനിര അടക്കി ഭരിക്കുന്ന മട്ടിലാണ് അവൻ്റെ പോക്ക്. ഫുട്ബോൾ അയാളെ വിട്ടുപോയി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വിമർശനങ്ങളുമായിട്ട് പല മുൻ താരങ്ങളും വന്നതാണ് കാസമിറോക്ക് നേരെ. കാസി ക്ലബ്ബ് വിടാനും തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കളിക്കുന്ന കളിയോ അദ്ദേഹത്തിൻ്റെ പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ യുണൈറ്റഡ് ആകെ പൊളിച്ചെടുക്കുകയാണ്. കൺവിൻസിങ് ആയിട്ടുള്ള വിജയങ്ങളാണെന്നേ, അതും വമ്പൻ ടീമുകൾക്ക് മേലാണ് ഈ കൺവിൻസിങ് വിജയങ്ങൾ നേടിയത്. മാഞ്ചസ്റ്റർ സിറ്റിക്ക് കൊടുത്തു, ആഴ്സണലിന് കൊടുത്തു, പിന്നെ ഫുൾഹാമിനും ടോട്ടൻഹാമിനും ഒക്കെ കൊടുത്തു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ടീം വിജയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഈ ഒരു ചോദ്യം ഇവിടെ സ്വാഭാവികമായിട്ടും ഉയർന്നു വരിക. എന്തെന്ത് കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ ചെയ്ത് കാണിച്ചിരിക്കുന്നത് മൈക്കൽ കാരിക്ക്? അതോടൊപ്പം തന്നെ ചോദ്യമുണ്ട്, എന്താണ് അപ്പോൾ അമോറിം ചെയ്ത് കൂട്ടിക്കൊണ്ടിരുന്നത്? നമ്മളൊന്ന് നോക്കുകയാണ്. ഇവാൻ റൈറ്റ് ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട് കോബി മൈനോവിൻ്റെ കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ട്. ഞാൻ വിചാരിക്കുന്നത് വളരെ നാണക്കേടാണ് അമോറിമിൻ്റെ കാര്യത്തിൽ. നമ്മൾ ടോട്ടലി ഓണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ നാണം കെട്ട പരിപാടികളായിരുന്നു. കാരണം നമ്മളെന്താ കണ്ടത്? മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു യൂത്ത് പ്രൊഡക്റ്റ്, അയാൾക്ക് കളിക്കാൻ അവസരമേ കിട്ടുന്നില്ല, ക്ലബ്ബ് വിടുന്നതിന് തൊട്ടരികിലായിരുന്നു. എന്നിട്ട് ഇപ്പോഴോ അതേ മൈനും ബ്രില്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നു. ഹി വാസ് മാഗ്നിഫിഷ്യൻ്റ് ടുഡേ എന്നാണ് ഇന്നലത്തെ കളി കഴിഞ്ഞിട്ട് ഇവാൻ റൈറ്റ് പറയുന്നത്. അതോടൊപ്പം തന്നെ മൈക്കൽ കാരിക്ക് മൈനുവിനെ കുറിച്ച് പറഞ്ഞു. തീർച്ചയായിട്ടും മൈനുവിൻ്റെ എബിലിറ്റിയിൽ ഒരു സംശയവും വേണ്ട. എന്ത് അദ്ദേഹത്തിന് ടീമിന് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയാം. ഹി ഈസ് സ്റ്റിൽ സോ യങ്. സോ നമ്മൾ അവൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി കെയർഫുൾ ആവണം. എക്സ്പെക്റ്റേഷൻ അവൻ്റെ ഈ ചെറിയ തോളിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് കെയർഫുൾ ആവണമെന്ന് മാത്രം. അവന് നല്ല രൂപത്തിൽ ബോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഹോപ്പ്ഫുള്ളി അവൻ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് മൈക്കൽ കാരിക്ക് പറയുന്നത്. ടീമിൻ്റെ മെൻറ്റാലിറ്റി തന്നെ അങ്ങ് മാറിപ്പോയില്ലേ? ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ വാക്കുകളാണ് അതിൽ തെളിവ്. ബ്രൂണോ ഫെർണാണ്ടസ് പറയുന്നുണ്ട്, ഞങ്ങളുടെ മെയിൻ ഫോക്കസ് അടുത്ത കളിയാണ്. ശരിയാണ്, 4 കളികൾ തുടർച്ചയായി വിജയിച്ചു, നല്ലത് തന്നെ. പക്ഷേ നമുക്ക് ഇത് 5 കളികളാക്കി. ഇൻ എ റോ വി നീഡ് ടു മേക്ക് ഇറ്റ് 5 റോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇയാൻ റൈറ്റ് വീണ്ടും പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പെർഫോമൻസ് നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ്, അത്തരത്തിലുള്ള താരങ്ങളാണ് ഈ ടീമിൻ്റെ കൂടെയുള്ളത്. മൈക്കൽ കാരിക്ക് തീർച്ചയായിട്ടും വന്ന് താരങ്ങൾക്കൊരു വിശ്വാസം കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ മാറ്റം, ഫോർമേഷൻ അവർക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള രൂപത്തിൽ കാര്യങ്ങൾ മാറ്റി അവരുടെ ക്വാളിറ്റിക്കനുസരിച്ച് ടീമിനെ കൊണ്ടുപോകുന്നു. സോ അങ്ങനെ ചെയ്യുമ്പോൾ റിസൾട്ട് വരും. ഇതാണ് ഇയാൻ റൈറ്റ് വീണ്ടും എടുത്ത് പറയുന്ന കാര്യം. ഒപ്പം തന്നെ ബ്രൂണോ ഫെർണാണ്ടസ് എന്ത് മാറ്റമാണ് കാരിക്കിൻ്റെ അപ്രോച്ചിലുള്ളതെന്ന് എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, കാരിക്ക് വന്നത് റൈറ്റ് ഐഡിയാസുമായിട്ടാണ്. ഗിവിങ് ദി പ്ലെയേഴ്സ് ദി റെസ്പോൺസിബിലിറ്റി ആൻഡ് ഫ്രീഡം. അതാണ് ഇമ്പോർട്ടൻറ്റ്. താരങ്ങൾക്ക് ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു, അതോടൊപ്പം അത് ചെയ്യാനുള്ള ഫ്രീഡം കൂടി അങ്ങ് കൊടുക്കുന്നു. അവർ കളിക്കളത്തിൽ അത് കൃത്യമായിട്ട് ചെയ്ത് കാണിക്കുന്നു. സോ അതാണ് അപ്പോൾ ചോദ്യം വരുന്നത്, എന്താണ് അമോറിം ചെയ്തുകൊണ്ടിരുന്നത്? എന്താണ് ഇവിടെ മൈക്കൽ കാരിക്ക് കാണിച്ചു കൂട്ടുന്നത്? വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.